അഷറഫുക്ക നായിക്കെട്ടി അദ്ദേഹം ഇപ്പോൾ കുഴൽ കിണറിൻ്റെ വെള്ളം കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് ഉള്ളത്. അദ്ദേഹം കറക്റ്റായിട്ട് ഭൂമിയുടെ ഉള്ളുകൾക്കുള്ളിൽ കിടക്കുന്ന വെള്ളത്തെ മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് പാറ ഇടുക്കുകളിൽ കിടക്കുന്ന വെള്ളത്തെ പുറത്തെടുക്കുവാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചരടുകൾ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്നത് ഇത് വെള്ളത്തിൻ്റെ ഏതാണ്ട് ഒരു അറ്റത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൈ കറക്കുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ കൈ വെള്ളത്തിൻ്റെ ചാലിനനുസരിച്ച് അദ്ദേഹം മൂവായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ചാല് 4 ദിക്കിൽ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് 4 ഭാഗങ്ങളിൽ നിന്നുമുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നീരുകളെ കണ്ടെത്തി അവയ്ക്ക് മുകളിലൂടെ പാറക്കല്ലുകൾക്കിടയിൽ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തെ പുറത്തെടുക്കുന്ന ശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്രയോ പതിനായിരക്കണക്കിന് കിണറുകൾ ഓൾറെഡി അദ്ദേഹം കുഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഉള്ളാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പൊതുവേ നല്ലൊരു പ്രദേശമാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണാം ഇവിടെ ഈ പ്രദേശത്ത് നീര് കണ്ടുപിടിക്കുന്ന മഹാന്മാർ, വലിയ കമ്പ്യൂട്ടറുകാർ വരെ വന്നിട്ട് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വെള്ളത്തെ അഷറഫുക്ക നായിക്കെട്ടി അഷറഫുക്ക ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം കൂടെ നിങ്ങൾ കാണാം. ഇതാ വെള്ളത്തിനടുത്തേക്ക് നീർച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീർച്ചാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആ നീർച്ചാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് നിന്നുമുള്ള വെള്ളത്തിൻ്റെ ചാലുകളെ ഒരു സ്രോതസ്സിലേക്ക് സ്രോതീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഒരു പോയിൻ്റ് കണ്ടെത്തി ആ പോയിൻ്റിൽ അദ്ദേഹം ആ വെള്ളത്തിൻ്റെ കുറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ളതായ സ്കാനിങ്ങുകൾ അദ്ദേഹത്തിനുണ്ട്. ആ സ്കാനിങ്ങുകളിലൂടെയാണ് അദ്ദേഹത്തിന്, അതുപോലെ നിശാന്തമായ പരിശ്രമം, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ്, ആ നിശാന്തമായ പരിശ്രമത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഫലമായി അദ്ദേഹം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കുഴൽക്കിണർ സ്കാനിങ്ങിൻ്റെ ഓപ്പറേറ്ററാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ ചില ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറകളിൽ കിടക്കുന്ന വെള്ളത്തെ കണ്ടുപിടിച്ച് അതിനെ ഒരു സ്രോതസ്സാക്കി മുമ്പോട്ട് കൊണ്ടുവന്ന് അത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൃഷിയിടങ്ങളിലേക്ക് കൃഷി ഇറക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള